ഇത് ആലപ്പുഴയിലെ നമ്മുടെ അനിൽ സാറിൻ്റെ വീടിൻ്റെ വിശേഷങ്ങളാണ്. ഇപ്പോൾ ഇതിൻ്റെ മേസണറി വർക്കാണ് നടക്കുന്നത്. അപ്പോൾ മേസണറി വർക്ക് നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നമ്മളെല്ലാവരും വീട് വെക്കും, വീട് നമ്മുടെ സ്വപ്നമാണ്. പക്ഷേ സ്വപ്നത്തിലെ പോലെ നമ്മുടെ വീട് തീരണം എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ സ്വപ്നം എന്നുള്ള മനോഹരമായ വീട് ചെയ്തു വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ള ഓർമ്മയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആകാതിരിക്കാനായിട്ടും നമ്മൾ വീടിൻ്റെ നിർമ്മാണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഈ ബ്രിക്ക് വർക്കാണ്. നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് കയറി വരികയാണ്. ഈ കാണുന്ന ഒരു സിറ്റ് ഔട്ട് പോർഷനാണ് നമ്മുടെ ഇതിൻ്റെ എൻട്രൻസിൻ്റെ. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ഇത് ബ്രിക്ക് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്രിക്ക് വർക്കിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പം ആദ്യം ഇതിന് ഉപയോഗിക്കുന്ന ബ്രിക്കിൻ്റെ ക്വാളിറ്റി ആയിരിക്കണം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട്. കാരണം മാർക്കറ്റിൽ പല തരത്തിലുള്ള പല റേറ്റിലുള്ള മെറ്റീരിയൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ കോടനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ആൾറെഡി ബുക്ക് ചെയ്ത് വെച്ച് അവിടുന്ന് എല്ലാ വർഷവും നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന പ്യുവർ ക്വാളിറ്റിയിലുള്ള ബ്രിക്കാണ്. അതുകൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് സംശയമില്ല. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റിലും ബ്രിക്കിൻ്റെ ക്വാളിറ്റി നിങ്ങൾ ഇൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അത് അൺലോഡിങ് സമയത്ത് തന്നെ നമുക്കറിയാം. ഇവർ ബ്രിക്ക് താഴത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ ഇത് തമ്മിൽ കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ അതിലൊരു സൗണ്ട് ഉണ്ടാകും. ആ ഒരു സൗണ്ട് നോക്കി തന്നെ നമുക്കിത് മനസ്സിലാക്കാം. കാരണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർ കാണിക്കുന്ന ബ്രിക്ക് ആവില്ല ഒരു പക്ഷേ സൈറ്റിൽ വരുന്നത്. അതുകൊണ്ട് വരുമ്പോൾ നമ്മളിങ്ങോട്ട് ഇറക്കി വെക്കുമ്പോൾ ആ കല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാകും. ആ സൗണ്ട് വെച്ചിട്ട് നമുക്ക് ബ്രിക്കിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇൻഷുർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലേബേഴ്സിൻ്റെ സ്കില്ലും പ്രധാനമാണ്. നല്ല വർക്ക് അറിയാവുന്ന വർക്കേഴ്സിനെ കൊണ്ട് തന്നെയാണ് നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്യേണ്ടത്. ബ്ലോക്ക് ചെയ്യുമ്പോൾ അത്രയും സ്കില്ല് നമുക്ക് ആവശ്യമില്ല. പക്ഷേ ബ്രിക്ക് ചെയ്യുമ്പോൾ ആ സ്കില്ലും ക്വാളിറ്റിയും ഉള്ള രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം. പിന്നെ ഇഷ്ടിക കെട്ടുന്നതിന് മുമ്പ് നമ്മൾ നല്ലപോലെ നനച്ചിട്ട് വേണം ഇഷ്ടിക കെട്ടാനായിട്ട്. അതും ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ക്യൂറിങ് എല്ലാത്തിനും നിർബന്ധമാണ്, മാൻഡേറ്ററി ആണ്. പക്ഷേ ബ്രിക്ക് വെച്ച് ചെയ്യുമ്പോൾ അതിൽ നമ്മളൊരു സ്പെഷ്യൽ കെയർ തന്നെ ചെയ്യണം. പിന്നെ ഇത് നമ്മളൊരു ഫ്രെയിംഡ് സ്ട്രക്ചറായിട്ടാണ് ചെയ്യുന്നത്. ഈ കോളം നമ്മൾ പിന്നീട് കാസ്റ്റ് ചെയ്ത് ഇതിലേക്ക് കൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. 2 ഫ്ലോറോ അതിൽ കൂടുതലോ ഉള്ള ബിൽഡിങ്ങിന് നമ്മൾ ഫ്രെയിം സ്ട്രക്ചർ ചെയ്യുമ്പോൾ കോളം ബീം കൺസെപ്റ്റ് ആദ്യം ഇതായിരിക്കും ചെയ്തു പോകുന്നത്. പക്ഷേ ഗ്രൗണ്ട് ഫ്ലോറോ ഫസ്റ്റ് ഫ്ലോറോ മാത്രമുള്ളൊരു ബിൽഡിങ്ങിന് നമുക്കിത് ഒന്നിച്ച് ചെയ്യുന്നതിനും കുഴപ്പമില്ല. അതായത് ബ്രിക്ക് കിട്ടിയതിന് ശേഷം ഇതിൻ്റെ സൈഡ് കവർ ചെയ്ത് നമുക്കിത് കോൺക്രീറ്റ് ചെയ്ത് പോകുന്നതിനും കുഴപ്പമില്ല. പിന്നെ അതോടൊപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതുണ്ടോ, താഴത്ത് മസാല വീണ് കിടപ്പുണ്ട്, മോട്ടാർ. അത് നമ്മളിത് കെട്ടുമ്പോൾ വീഴുന്നതിന് അത് ക്ലീൻ ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഈ കോളം മുകളിലേക്ക് റൈസ് ചെയ്യാനായിട്ട്. അത് ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിൻഡോ സിൽ കോൺക്രീറ്റ് എന്ന് പറയും. ഇത് നമ്മൾ 2 കമ്പിയിട്ട് നമ്മളിങ്ങനെ വാർത്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇങ്ങനെ ക്രാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കോർണർ കൊണ്ട് അതെല്ലാ വീടിനും സംഭവിക്കാറുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ കോർണർ കൊണ്ട് ക്രാക്ക് ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആണ് നമ്മൾ ഈ സില്ല് ചെയ്യുന്നത്. ഈ നിങ്ങളുടെ വീടിൻ്റെ ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ ഇവിടെ ഇങ്ങനെ ക്രാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഫുള്ളായിട്ട് ചെയ്യണമെന്നില്ല. നിലവിൽ ഇവിടെ നമ്മൾ ചെറിയൊരു പോർഷൻ മാത്രം ബാക്കിയുള്ളതുകൊണ്ട് ഫുള്ളായിട്ട് ചെയ്തതന്നേ ഉള്ളൂ. നിലവിൽ വിൻഡോ സൈസ് എവിടെയാണോ അവിടെ നിന്നൊരു 30 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് കൊടുത്ത് മാത്രം നമ്മളിത് ചെയ്താൽ മതി. അതും നമ്മൾ മേസണറിയിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വിൻഡോയും ഡോറും ഫിക്സ് ചെയ്യുമ്പോൾ വുഡ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒരു പോർഷൻ ഇടണം. ഇതിന് നോർമലി നാടൻ ഭാഷയിൽ പുച്ഛം എന്നാണ് പറയുന്നത്. നമ്മൾ ഡോറ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ വിൻഡോ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ വിൻഡോയുടെ തടി പോർഷൻ ഇങ്ങോട്ട് കയറി കിടക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ആ സമയത്ത് നമ്മളിത് കുത്തി പൊട്ടിക്കേണ്ടി വരും. അങ്ങനെ പൊട്ടിക്കുന്ന ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ അത് ഇട്ടിരിക്കുന്നത്. ഇതും നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ കോളം കോൺക്രീറ്റ് ചെയ്തൊരു ഫിനിഷിംഗ് ആണ് ഈ കാണുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബ്രിക്കും ഈ കോളവുമായിട്ട് ഒരു പിടുത്തം ഉണ്ടാകും. ഇല്ല നമ്മൾ ഫ്രെയിം സ്ട്രക്ചറായിട്ടാണ് ചെയ്യുമ്പോഴത്തേക്കും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ചെറിയൊരു ലൈൻ്റെ ഒരു ക്രാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ, അതായത് ഗ്രൗണ്ട് ഫ്ലോറോ ഫസ്റ്റ് ഫ്ലോറോ G+1 ഉള്ളൊരു ഫ്ലോർ നമ്മൾ ചെയ്യുമ്പോൾ ബ്രിക്ക് ചെയ്തതിന് ശേഷം കോൺക്രീറ്റ് ചെയ്താൽ ഇത് തമ്മിലൊരു പിടുത്തവും ഉണ്ടാകും. ഒരു ഹെയർലൈൻ ക്രാക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത ഒഴിവാകുകയും ചെയ്യും. ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ആണ്. അപ്പോൾ ഇവിടെ ഡോർ വെക്കുമ്പോൾ ഡോറ് നമ്മൾ വാളിലേക്ക് ക്ലാമ്പ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് കോളമാണ് വരുന്നത്. അപ്പോൾ കോളം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആങ്കർ പിൻ ബോൾട്ട് 6 ഇഞ്ചിൻ്റെത് വെച്ച് ഒരു 4 സ്ഥലത്ത് പിൻ ചെയ്ത് വേണം ഇതിലേക്ക് ഉറപ്പിക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇവിടെ കോളം ആയതുകൊണ്ട് കറക്റ്റ് പിടിക്കാതെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നോർമൽ നമ്മുടെ കൺസ്ട്രക്ഷനിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഡോർ ഫ്രെയിം വെക്കുമ്പോൾ പിൻ ബോൾട്ട് ആങ്കർ ബോൾട്ട് 6 ഇഞ്ചിൻ്റെത് ചെയ്ത്
ഇതിൻ്റെ ഡോറിൻ്റെ സ്ട്രെങ്ത് ഉറപ്പുവരുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ബ്രിക്ക് കെട്ടുമ്പോൾ ഇത് ലിൻഡൽ ഹൈറ്റാണ്. ലിൻഡൽ ഹൈറ്റിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. നോർമലി നമ്മൾ 7 ഫീറ്റ് 2.10 ലിൻഡൽ ഹൈറ്റ് എന്ന് പറയുന്നതെങ്കിലും ഒരു 4 സെൻറ്റിമീറ്റർ മിനിമം 3 സെൻറ്റിമീറ്ററെങ്കിലും ഹൈറ്റ് കൂട്ടിയിടണം. കാരണം നമ്മൾ താഴത്ത് ടൈലിടുമ്പോൾ നമ്മൾ വെക്കുന്ന മെയിൻ ഡോറിൻ്റെ അടിയിലെ ഡോറിന് ഒരു തിക്നെസ് ഉണ്ടാകും, ഒരു 3 ഇഞ്ച് കനം ഉണ്ടാകും. ആ കനം നമുക്ക് നെറ്റ് റിസൾട്ടായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് ഇച്ചിരി കൂട്ടിയിട്ടാലേ താഴത്തെ കനം കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ടൈലിട്ട് വരുമ്പോൾ ആ ഒരു കനം തീരെ കുറവായിട്ടായിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ട് ലിൻഡൽ ഹൈറ്റും നമ്മൾ മേസൺറി വർക്കിൽ ലിൻഡൽ ഹൈറ്റ് വരെയുള്ള ബ്രിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബാക്കി കാര്യങ്ങൾ നമുക്കിതിന് ശേഷം അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം നമ്മൾ നമ്മുടെ സ്വപ്നസുന്ദരമായ വീട് ഡിസൈൻ ചെയ്ത് നിർമ്മാണം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ആ രീതിയിൽ ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് ലൈഫ് ടൈം വാല്യൂ കിട്ടുന്ന ഒരു വീടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതല്ല നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത കോൺട്രാക്ടേഴ്സിനെ വർക്ക് ഏൽപ്പിക്കുകയോ പ്രോപ്പർ സൂപ്പർവിഷൻ ഇല്ലാതിരിക്കുകയോ ചെയ്താൽ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ലൈഫിനെ അത് വളരെ സാരമായിട്ട് തന്നെ ബാധിക്കും. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാമെങ്കിലും ഈ കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന എഞ്ചിനീയറിംഗ് ലെവലിലുള്ള കോൺട്രാക്ടേഴ്സിനെ മാത്രമേ നമ്മൾ നമ്മുടെ വർക്ക് ഏൽപ്പിക്കാവൂ. ആ വർക്ക് ഏൽപ്പിക്കുന്ന കോൺട്രാക്ടേഴ്സിന് പ്രോപ്പറായിട്ടുള്ള എഞ്ചിനീയറിംഗ് വിങ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്വപ്നമായ വീട്ടിൽ നമുക്ക് വളരെയധികം ദുഃഖം നേരിടേണ്ടി വരും. ഡെയിലി നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇറിറ്റേഷൻ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രോപ്പറായിട്ടുള്ളൊരു കോൺട്രാക്ടറെ, ഒരു ബിൽഡറെ നിങ്ങൾ വർക്ക് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ വളരെ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കാവൂ. താങ്ക് യു.